കാര്യം രാവിലെ നമുക്ക് ഇതാണ് കിഴക്ക് കറക്റ്റ് വെട്ടതിനകത്ത് തന്നെ. അപ്പൊ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആക്കി. ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ സൈഡ് കവറായി വെട്ടം ഒട്ടും അകത്ത് കയറത്തില്ല. ഇങ്ങനെ ബ്ലൈൻഡ്സ് ആണ്. ഈ കൊളാബ് ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ എവിടെയാണ് കിട്ടുന്ന പൈസ നമ്മള് കൊളാബ് ചെയ്ത് കിട്ടുന്ന പൈസ എല്ലാം SBI-യിലുണ്ട്. SBI-യിൽ എങ്ങനെ EMI ഇന്ന് ഒരു ദിവസം ഇവിടെ ഒരു SBI-യുടെ ഒരു ആള് നമ്മുടെ വീട് കാണാനായിട്ട് നമ്മുടെ ഇന്റീരിയർ ഡിസൈനേഴ്സിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആള് വന്നപ്പോൾ ആള് പറഞ്ഞ് SBI-യിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളും അവരുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഈ വീട് വാങ്ങിച്ചത്. പുള്ളി ആലോചിച്ചത് എങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ലോൺ. അപ്പം ഇപ്പോഴുള്ള ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് വീട് വന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതെ അതെ അതെ. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ വിഷ്വൽ മീഡിയ എപ്പോഴും നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മെഗാ സ്ക്രീനാണ്, ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനത്തെ പ്ലാൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഉള്ളൊരു ഹാപ്പിയസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായി, പിന്നെ കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് വീട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ആയിട്ട് ഞങ്ങൾ കുറച്ചൊരു വേറൊരു വൈബിലായിരുന്നു മൊത്തത്തിൽ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മാക്സിമം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അച്ഛന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അച്ഛനൊരു 6-7 മാസം അച്ഛന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് റിക്കവറായി വന്നിട്ടില്ല. ഈ ഫ്ലാറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് അച്ഛൻ ഇങ്ങനെ ആണെന്നൊക്കെ അറിയുന്നതിന് മുന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അതിനൊക്കെ ശേഷമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഡിസിഷനിലേക്ക് വരെ പോവില്ലായിരുന്നു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അച്ഛനും വന്ന് കണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അച്ഛന് കാണാൻ പറ്റി എന്നുള്ളത്, കാണിക്കാൻ പറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് പറയുമ്പോൾ ഇമോഷണലായി പോകും. മൊത്തത്തിൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ അച്ഛൻ്റെ ഒരു ഓർമ്മ എപ്പോഴും കൂടെ ഉണ്ട്. അതിന്നൊക്കെ നമ്മൾ പിന്നെ അപ്പോൾ ആ ഒരു 2 വർഷം ഞാനിത് പറയാൻ കാര്യം, ആ ഒരു 2 വർഷം ഞങ്ങൾ ഈ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊന്ന് ഡള്ളായിരുന്നു. ഡൾ ഇൻ ദ സെൻസ് നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നതും ഞങ്ങൾക്ക് ഒരു സ്നേഹം തന്നുകൊണ്ടിരുന്നതും ഒക്കെ ഞങ്ങളുടെ ലോങ് ഫോം വീഡിയോസ് എന്നായിരുന്നു. ഞങ്ങളൊരു 2020 മുതൽ ഞങ്ങൾ ലോങ് ഫോം വീഡിയോസ് ചെയ്യുന്നവരായിരുന്നു. അത് കഴിഞ്ഞ് 2023 വരെ നമ്മൾ വലിയ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇഷ്യൂസൊക്കെ വന്നപ്പോഴാണ് നമുക്ക് അതിനൊക്കെ സമയം കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് വന്നതും നമ്മൾ പിന്നെ ഈ 2 വർഷം ഒന്ന് ഉഴപ്പി ഇൻ ദ സെൻസ് ലോങ് ഫോം വീഡിയോസ് ചെയ്യാതെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇവോൾവ് ആയി. പല കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. കാര്യം ഞങ്ങളുടെ കൂടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഉണ്ട് ഈ പറഞ്ഞ കണക്ക്. അപ്പോൾ അവർക്കും അവരുടെയും എന്താണ് ഉപജീവന മാർഗമാണ്, അവരുടെയും നമ്മുടെയും ഒക്കെ ആണ് ഈ വീഡിയോ ക്രിയേഷൻസ് എന്ന് പറയുന്നത്. കാര്യം യൂട്യൂബ് ഫേസ്ബുക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒന്നും തരാറില്ല, അറിയായിരിക്കുമല്ലോ. പിന്നെ ഈ പറയുന്ന നല്ല പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ആഡ്സ് ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല സിൻസിയറായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മേ ബി ലൈക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നൊരു ക്ലയൻറ്റിന് അവർക്കൊരു ഉപയോഗം ഉണ്ടാവില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ഒഴിയാറുണ്ട്. എല്ലാം വാരി വലിച്ച് ഞങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കൊരു ഭാരം ആവാറില്ല. നമ്മളെ മൂലം നമ്മൾ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഗുണമുണ്ടാകണം എന്നുള്ളൊരു ചിന്തയിൽ പോകുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ലൈവ് ആക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ പറഞ്ഞ ലോങ് ഫോം വീഡിയോസും ഈ വീഡിയോസും ഇത്തിരി നല്ല കോണ്ടന്റ്സ് ഒക്കെ വെച്ചിരുന്നു. ഇടയിൽ ഈ 2 വർഷം ഞങ്ങൾ ഉഴപ്പി എന്ന് പറയുന്നത് എന്തോ നമ്മൾ കോപ്പി അടിയായിരുന്നു മൊത്തത്തിൽ. ഇപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഓൺ കണ്ടന്റ്സ് പിന്നെ സ്വന്തമായിട്ട് ക്രിയേഷനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാനും കാണത്തില്ല. ഞാനും ഒക്കെ കൂടെയാണ് കോപ്പി അടിച്ചത് ചെയ്യാറുണ്ട്. കാരണം വേറെ ഒന്നല്ല, അക്കൗണ്ട് റീച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇട്ടല്ലേ പറ്റത്തുള്ളൂ. ഒരു കുറച്ച് നാൾ ഇടാണ്ടിരുന്ന അപ്പോഴേ റീച്ച് പോകും. അപ്പൊ ഇപ്പോഴും നമ്മൾ പുതിയ വലിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോസും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഓഡിയൻസിനോട് പറയുമ്പം നമ്മളെപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നമ്മൾ കണ്ടിന്യൂസ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമായിരുന്നു. പക്ഷേ ബിഹൈൻഡ് ദി കർട്ടൻ നമ്മുടെ ഒരു ഫാമിലി ലൈഫ്, നമ്മളുടെ കുറേ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ, പെയിൻ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്കപ്പ് ആകുമ്പോഴേക്കും അവനെ റീച്ച് കിട്ടിയപ്പോഴേക്കും
അതെ, അല്ല അത് മാത്രം ഈ പറയുന്ന എല്ലാവരും ചിന്തിക്കാറുണ്ട്. അത് എല്ലാവരും എടുത്തെടുത്ത് പലരും പറയാനുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് ഇവരുടെ ലൈഫ് എന്ത് അടിപൊളിയാണ്, എപ്പോഴും നോക്കിയാലും അതാണ് ഇതാണ് മറ്റാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാ ചലഞ്ചസും എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ടല്ലോ. എല്ലാവരുടെ ലൈഫ് പ്രോബ്ലം ഇല്ലാത്ത ആരുമില്ല. അപ്പം അതൊക്കെ സ്ട്രഗിൾസ് ആണ്. അത് നമ്മൾ ഓവർകം ചെയ്ത് പോവുക. എല്ലാം ഓപ്പർച്യൂണിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരിലും എന്തെങ്കിലും ഒരു കാര്യം കാണാം നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്. എല്ലാവരും ചിരിക്കുന്നു. ബിഗ് സ്ക്രീനിന്റെ കാര്യമാണ് ചോദിച്ചത്. അതല്ല ചോദിച്ചത്, അത് നമുക്ക് കണക്ട് ആയി. ഇയാളങ്ങോട്ട് മാറി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പാസ്റ്റ് നമുക്കിതായിരുന്നു, പ്രസന്റ് ഇതാണ് ഒരു സിറ്റുവേഷൻ. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സെലക്ഷൻസ് മേഖല തിരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ഇൻ ദ സെൻസ് ആളുടെ ഒരു പെർഫോമൻസ്. അത് സംഭവമല്ല, എപ്പോഴും വീട്ടിൽ കാണത്തില്ലല്ലോ. എനിക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ജോലി ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോന്നിനും. ഓക്കെ, എന്താണ് അത് നല്ല ദൈവം സഹായിച്ച് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈനാണുള്ളത്, ഇനി നമ്മൾ പയ്യെ ഓഫ്ലൈൻ സ്റ്റോഴ്സിലേക്കൊക്കെ മാറാനുള്ള ഒരു സ്റ്റെപ്പിലാണ്. എല്ലാ ഭാവങ്ങളും നടക്കട്ടെ. അതൊന്ന്. പിന്നെ എൻ്റെ ജോലി കാര്യങ്ങളായിട്ട് എന്തായാലും അത് എൻ്റെ കരിയറാണ്, എനിക്കത് വിട്ടിട്ടൊരു ഇതില്ല. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഞാനിപ്പോഴും ഒരു യാത്രയിലാണ്. ഞാനിപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്താണ് എൻ്റെ പ്രൊഫഷൻ എന്ന്. ഞാൻ ആക്ച്വലി ഇത് എൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ പോലും 20 വർഷം കൊണ്ട് ഞാൻ പ്രൊഫഷൻ വർക്ക് അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വർക്ക് ചെയ്തിപ്പോൾ എപ്പോഴും എല്ലാവരും പറയണ്ട പ്രൊഫഷനും പാഷനും ഒന്നാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്, ദി ബെസ്റ്റാണ്. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ പാഷൻ അല്ല. ഈ ഹോട്ടലിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനത് പറഞ്ഞിട്ട് ഇത്തിരി നീണ്ടു പോകും, പിന്നെ വേണ്ടെന്ന് നിങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് കേട്ട് ഓക്കെ. സോ ഒരു 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ, അതായത് ഒരു 10-15 വർഷം മുമ്പ്, ഓക്കെ അങ്ങനെയല്ല, ഒരു 15 വർഷം എന്നൊരു 2000 ആ സമയത്തൊക്കെ എനിക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു സിനിമാ മോഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ പ്രയത്നിച്ചു. പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ 3 വർഷം ചെയ്യേണ്ട കോഴ്സ് ഞാൻ 4 വർഷം ചെയ്യേണ്ടി വന്നു. 1 വർഷം ഡീബാറായി. അപ്പോൾ അത് ഞാൻ 1 വർഷം ഞാൻ ചെന്നൈയിൽ കോഴ്സിന് പോകുന്നെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ കൊച്ചിയിൽ ഇറങ്ങി സിനിമാ മേഖലയായിട്ടൊക്കെ ഒന്ന് പ്രവർത്തിച്ച് അങ്ങ് നിൽക്കുമായിരുന്നു. ഈ ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു. അപ്പം അതിൽ രാജേഷ് പിള്ള എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ സമയത്ത് അവർ കുറച്ച് ആളുകളെയൊക്കെ വേണമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ഏജൻസി ഉണ്ടായിരുന്നു. ഏജൻസി ഇൻ ദ സെൻസ് അവിടെ ഒരു മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് നാൾ പഠിക്കാനൊക്കെ പോയിട്ട് ഞാൻ പിന്നെ അവിടത്തേക്ക് സ്റ്റാഫായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ ബേസ് ആവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ ഡയറക്ടറായിട്ട് വലിയ കമ്പനിയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടത്തിലൊക്കെ ആളുകളെ എത്തിക്കാനും ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ലൊക്കേഷൻ്റെ കൂടെ തന്നെ ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോകുമായിരുന്നു നമ്മുടെ ആളുകളുള്ള ടൈമിൽ. സോ അതും ബേസ് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ഞാൻ എനിക്ക് സിനിമയുടെ കുറച്ച് എന്ന് വെച്ചാൽ അഭിനയിക്കണം അല്ലെങ്കിൽ അങ്ങനെ അതായിരുന്നു അന്നൊക്കെ അഭിനയമാണ് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ നിന്ന് എന്തായാലും 1 വർഷം പോയി. 1 വർഷം പോയി കഴിഞ്ഞപ്പോഴേ പിന്നെ വീട്ടിൽ സീനായെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിക്കുന്നത്. അന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതിനൊരു വർഷം പോകാമെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വീട്ടുകാരുടെ സെൻറ്റിയൊക്കെ കൂടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് വേണ്ട, ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ പോയി എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ഇയർ ഒന്നുകൂടെ പഠിച്ച് ഞാൻ റാഗീതന്മാരെ എന്നെ കൂടെ ഇരുന്നു പിന്നെ പഠിക്കുന്നത്. എന്തായാലും അവർ അതൊന്നും കാണിച്ചില്ല. അപ്പോൾ എന്തായാലും സ്നേഹമായിട്ട് തന്നെ ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോബിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ജോബ് കാര്യങ്ങളായിട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തു. ഒരുപാട് നാൾ പല കമ്പനികളിലുമായിട്ട് പല സ്ഥലങ്ങളിലുമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതങ്ങ് മൊത്തത്തിൽ ഇത് പോയി. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഈ സാധനം എൻ്റെ മൈൻഡിൽ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവ് സൈഡുണ്ട് എനിക്കൊരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2012 ആയ സമയത്ത് ഞാൻ ഡിജിറ്റൽ ക്യാമറ DSLR ക്യാമറയൊക്കെ വാങ്ങിച്ച് ഫോട്ടോഗ്രാഫിയും അങ്ങനെ പേജും കാര്യങ്ങളുമായിട്ടൊക്കെ തുടങ്ങി. ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നൊരു മൊബൈലിൽ എഡിറ്റ് ചെയ്തത് 2012 എൻ്റെ കയ്യിലൊരു നോക്കിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ഇപ്പോൾ പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യണമായിരുന്നു, ഒരു PPT കാണിക്കണം. പക്ഷെ ആ ഒരു കോണ്ടൻറ്റ് ഞാനത് വീഡിയോ ആയിട്ട് എടുത്തു.
ആർട്ടിസ്റ്റിനെ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് അതിനെ ഞാനൊരു വലിയൊരു ഷോർട്ട് ഫിലിം പോലെ ആക്കി മൊബൈലിലാണ് എഡിറ്റ് ചെയ്തത് പോലും. അന്ന് ആ മറ്റേ സ്ലൈഡ് ചെയ്യുന്നൊരു ഫോണായിരുന്നു, നോക്കിയുടെ നമ്പർ വിട്ടുപോയി. സോ അതൊക്കെ അന്ന് അങ്ങനെ. അപ്പോൾ ആ സാധനം എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വരുന്നത്. അതായത് ടിക്ടോക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയായിരുന്നു. ബൈക്ക് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം. ഇപ്പോഴും കേക്ക് ഷോപ്പ് ഇപ്പോഴും ഉണ്ട്, വർക്കലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇത് തുടങ്ങുന്നത്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങുന്നത്. അപ്പം ഞാൻ ഈ ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്തിടുമായിരുന്നു. ആ ടിക്ടോക്ക് വീഡിയോസ് ഞാൻ ഓരോന്നൊക്കെ ഡബ് സ്മാഷ് ചെയ്ത് നടക്ക് അഭിനയിച്ചൊക്കെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലിടുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര കയ്യടിയും പ്രോത്സാഹനം. കാര്യം ഇവരുടെ മനസ്സിൽ എവിടെയോ ഒരു കുറ്റബോധമുണ്ട്. ഇവൻ നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഇവൻ്റെ പാഷൻ വിട്ടിട്ട് ഇതിൽ പോയേക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരങ്ങ് ഭയങ്കര പ്രോത്സാഹനം. ഇവർ കയ്യടിയും ഷെയർ ചെയ്യൊക്കെ ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങി. അപ്പോഴും ഞാൻ നോക്കിയ സംഭവം കൊള്ളാമല്ലോ. പക്ഷെ ഇവള് പറയുന്നുണ്ട്, ചേട്ടാ ഇത് വേണ്ട, ഇത് ശരിയല്ല ഇവള് പറഞ്ഞു. നമ്മുടെ കൂടെയുള്ള അനുവിനെയൊക്കെ പരിചയപ്പെട്ട അനു 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടൻ ആദ്യം പറഞ്ഞ നല്ലൊരു കഥയുണ്ടെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. സിനിമയല്ല, ഷോർട്ട് ഫിലിമും അങ്ങനെയൊക്കെ. അതെന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോ സംസാരിക്കാം. അപ്പോൾ ആ സംഭവം ഞാനിങ്ങനെ ഇവരെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, എൻ്റെ വീട്ടുകാർ. കാര്യം അവരുടെ ഉള്ളിലൊരു കുറ്റബോധം ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ കൂടുതൽ അയക്കാൻ തുടങ്ങി, പ്രോത്സാഹനമോടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതിലോട്ട് പിന്നെ പയ്യെ അങ്ങ് ഫോക്കസ്ഡ് ആയി. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ടിക്ടോക്ക് പിന്നെ ചെയ്തു തുടങ്ങി. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു ഈ ടിക്ടോക്ക്. പിന്നെ അത് കഴിയുമ്പോൾ ലെനയും കൂടെ കൂടി. പിന്നെ ഞങ്ങൾ പിന്നെ ടിക്ടോക്കിൽ തന്നെ ഓൺ വോയിസ് ചെയ്തു തുടങ്ങി. ഒട്ടും താല്പര്യമില്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടേ അല്ല. ലെന ഇത് വേണ്ട, സ്റ്റേജിൽ പോലും കയറാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. ചേട്ടൻ നിർബന്ധം കാരണം ചേട്ടൻ വിളിക്കുമ്പോഴും പിന്നെ പോവായിരുന്നു. പിന്നെ ഓൺ വോയിസ് ചെയ്യുമ്പോൾ റീച്ച് കിട്ടപ്പോ പിന്നെ ഇങ്ങനെ എന്നാലും പിന്നെ മെനക്കെട്ട് വെറുതെ നമുക്ക് ജോലി നോക്കാന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ് ഇത്രയും നാൾ ചെയ്ത ഇപ്പൊ ഒരു 1-1.5 വർഷം മീൻസ് അങ്ങനെയൊക്കെ ആയോളൂ. പിന്നെയും അങ്ങനെ അത് കൂടുതൽ ചെയ്യണം അങ്ങനെ ഒരു ഇതിലോട്ട് വരുന്നത്. അപ്പോഴും നമ്മൾ വീഡിയോ കുറച്ചെങ്കിലും പിന്നെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഈ 2020 ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിരുന്നു, നമ്മൾ ഇട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ ആളുടെ അക്കൗണ്ടാണ് ഈ കൊടുത്തിരുന്നത്. അപ്പോൾ ആളുടെ അക്കൗണ്ടിലൂടെ പൈസ വന്നു തുടങ്ങി. പിന്നെ ഇൻട്രസ്റ്റ് ആയി, ഇത് കൊള്ളാം എന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ ഓൺ വോയിസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ 2020 ആയപ്പോൾ ആ സമയത്തിൽ കൊറോണ ഒന്ന് ലോക്ക്ഡൗൺ ഒക്കെ ആയി. ആ സമയത്ത് എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് പിന്നെ ലീവ് എടുത്തു. ഞാനൊരു എടുത്തൊരു 6 മാസം ലീവ് എടുത്ത് നാട്ടിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് TV പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജി കേരളത്തിന് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ ഞങ്ങൾ ആയി. പിന്നെ അതുമായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട്. അപ്പോഴും നമ്മുടെ സഞ്ജു ലക്ഷ്മി എന്ന് പറയുന്ന അവരെ നമുക്ക് ഈ ഒരു ഇതൊന്ന് കിട്ടിയതാണ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് തന്നെ നമുക്ക് പരിചയത്തിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം. ഇല്ല, അതെ ഇതൊക്കെ ഞാൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും അവരുമായിട്ട് എല്ലാവരും ഇതായി. പിന്നെ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റി പോലെയാണ് എല്ലാവരും അടുത്ത്. ഇപ്പോൾ കഴിഞ്ഞ ജിതിൻ ദൃശ്യ എന്ന് പറയുന്നൊരു കപ്പിൾ കഴിഞ്ഞ ആഴ്ച അവരിവിടെ ഉണ്ടായിരുന്നു. ഒരു ഷൂട്ടിന് വന്ന് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോയത്. അത്രയും അടുപ്പമുള്ളവർ ഇവിടെ വരുമ്പോഴത്തേക്ക് വിളിക്കും. അപ്പോൾ അവർ വിളിക്കുന്നവർ നമ്മളോട് കുറച്ച് 2 വീഡിയോസും ഒക്കെ ചെയ്യും, പിന്നെ കറങ്ങിയിട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുമൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെയാണ് ഈ പറഞ്ഞ കാര്യം. ഇപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജമ്പായി, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, ഗ്രാഫ് കിട്ടിയല്ലോ. പിന്നെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇത് ചെയ്തു, വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒറ്റ ആഗ്രഹം, ഒരു ഫിലിം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അയ്യോ, അങ്ങനെ ഞാൻ പറയണ കയറി ഒന്നും അതിനുള്ള വകുപ്പില്ല. ഇതൂടെ തീർന്നു. ആദ്യം ആഗ്രഹം അഭിനയിക്കാനായിരുന്നു, പക്ഷെ ഇപ്പം ചേട്ടൻ ആഗ്രഹം ഡയറക്ഷനാണ്. അതെ, അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ നല്ലൊരു സ്റ്റോറി നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. 1-2 സ്റ്റോറികളുണ്ട്. അതിലൊരു സ്റ്റോറി നമ്മൾ ഏകദേശം സ്ക്രിപ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അതുമായിട്ട് നമ്മൾ ഡിസ്കഷൻസിലാണ്. ഇൻ കേസ് എല്ലാം നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതെ, എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് ഇൻഷാല്ലാ നിങ്ങൾ അധികം താമസിക്കാണ്ട് ഒരു നല്ലൊരു പടം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, അതാണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഒരു പടം ചെയ്യണം.
2-3 എണ്ണം അഭിനയിച്ചില്ല, എനിക്കൊന്ന് 4 എണ്ണോ എടി 4 പടം അഭിനയിച്ചില്ലേ. ഓക്കെ. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ 2 പടങ്ങളൊന്ന് ഈ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്ത ശുക്രനാണ്. പക്ഷേ ഇത് രണ്ടിലും എന്തോന്ന് ഒന്ന് എൻ്റെ ഈ ഷെഡ്യൂളും കൂടെ ആയതുകൊണ്ടേ നമുക്ക് കൂടുതൽ സമയം ഇതിന് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പിന്നെ സമയമുണ്ട്. അത് പക്ഷെ ഒത്തിരി നല്ല റോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും. ഇത് ഞാൻ പടത്തിന് ഡയറക്ഷൻ ഞാൻ ചെയ്യാൻ എനിക്ക് ആരെങ്കിലും അഡ്വാൻസ് തരുവാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ ജോലി വിടും. എന്റെ കമ്പനിയിൽ ആരെങ്കിലും കാണുമോ എന്തോ. ഡിയർ ഓഡിയൻസ്, ഇവിടെ ഒരു തരൺമൂർത്തി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മള് തരുൺമൂർത്തിയുടെ പ്യൂപ്പ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാൻ പറയാം, ചേട്ടാ പറഞ്ഞ പുകഴ്ത്തല. അതില് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടേഷൻ കപ്പാസിറ്റി ഉള്ള ആളാണ്, ചെയ്യണം. അല്ല, പുള്ളി നല്ല ഇതായിരുന്നു കേട്ടോ. പുള്ളിക്ക് ആ കോഴ്സ് തിരക്കില്ലാത്തൊരു നല്ലൊരു കോഴ്സാണ്. നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയ ഒരു കോഴ്സാണ്. ആളുടെ ഈ പ്യൂപ്പ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതൊരു എത്ര ദിവസം ഉണ്ടായിരുന്നു? 3 ദിവസത്തെ കോഴ്സായിരുന്നു. അപ്പം അതിൽ ഞങ്ങൾ പോയി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഓരോരുത്തരെ ഇത് ആക്ട് ചെയ്യുമ്പോഴും അവരുടെ ഓരോ ഇത് വെച്ച് നല്ല രീതിയിൽ വിലയിരുത്തുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി കണ്ടിട്ട് ധൈര്യമായിട്ട് അങ്ങനെ ഡയറക്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോ, പറ്റുന്ന ആൾക്ക് കണ്ടിട്ട് ആളെപ്പോലെ ഒരാളാണെന്ന് തോന്നി. കൂടിപ്പോയി, അത് ചെറുതായിട്ട് കൂടിപ്പോയി. ഓക്കെ, എന്തായാലും പുള്ളിയുടെ നല്ലൊരു ഇത് കിട്ടിയിരുന്നു. നമ്മള് എനിക്ക് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണർ എന്ന് പറയുന്നത് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അത് നല്ല വൃത്തിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ആളുകളെ എന്റർടൈൻ ചെയ്യുക. എന്നെ സംബന്ധിച്ചോളം സിനിമ എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആയിരിക്കാം. എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. അല്ലാതെ പിന്നെ മറ്റേതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിവില്ലാത്തതോടെ കൊണ്ടാവാം, അതും ആയിക്കോട്ടെ, അതും അല്ല. എനിക്ക് ചിലപ്പോൾ എന്നെ കൊണ്ട് എത്രത്തോളം ചിലപ്പോൾ ഒരു ഇമോഷണൽ സാധനം നമ്മുടെ മൈൻഡിലൂടെ വരണ്ടില്ല. എന്നുണ്ടെങ്കിൽ കഥ വേണം. അങ്ങനത്തെ ഒരു കഥ അങ്ങനെ വെച്ചെടുക്കുക എന്ന് പറയുന്നത് ഓക്കെ. അതേസമയം കോമഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ആ ഒരു ഗ്രിപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഒരു മൊത്തത്തിലൊരു സെലിബ്രേഷൻ ആയിരിക്കണം സിനിമ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓ, കാല് കഴിക്കും. ഇനിയിരിക്കണം. അതെ അല്ലേ വന്ന് നമ്മൾ അല്ല, സംഭവം ചുരുക്കം പറഞ്ഞ ചെയ്യേണ്ട ആഗ്രഹം എന്ന് പറയുന്നത് ഡയറക്ഷൻ ചെയ്യണം. ആ ഒരു ആൻസർ. അതെ. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആണ്. അപ്പൊ ശരി, എല്ലാം കഴിഞ്ഞു ഇരുന്നിട്ട് പോയാ മതി. അപ്പം ആഗ്രഹങ്ങൾക്കെല്ലാം വലിയ ഒരു എന്താ പറയാ വാതിലുകൾ തുറന്നു വരട്ടെ. അപ്പം നിങ്ങളുടെ യാത്രകളെ പറ്റി പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ പോയ എത്ര രാജ്യങ്ങളുണ്ടാവും? രാജ്യങ്ങളൊന്നുമില്ല. രാജ്യങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ഞാൻ പോയിട്ടുള്ളത് തുർക്കിയിലാണ്. തുർക്കിയിലൊരു 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കമ്പനിയുടെ വകയായിട്ട്. അല്ലാതെ പൈസ കൊടുക്കിയുള്ള നമ്മൾ ചെയ്യാറില്ല. എങ്ങും പോയിട്ടില്ല. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ലൈഫ് ഒന്ന് സെറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് എന്ത് സെറ്റാവാൻ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകുന്ന കാര്യം പറഞ്ഞു. ഇല്ലടി, ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ അവിടെ പോവാം. ഓക്കെ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടന്നില്ല. എനിക്ക് താല്പര്യമില്ല. എല്ലാ വർഷവും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അപ്പം അങ്ങനെ ഇത് ഒരു 11 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഇനി ഈ വർഷം എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും പോകും. അല്ലേ സെലക്ഷൻസ് പോലെ ഇനിയിപ്പം അന്യരാജ്യങ്ങളിൽ അങ്ങനെ അവർ ചിലവിന് വേണ്ടി സപ്പോർട്ട്. ഭക്ഷണം ഏറ്റവും ഇഷ്ടപ്പെട്ട കുസീൻ, അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെപ്പം കൂടി ഇല്ലെങ്കിലും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് ചേട്ടാ എനിക്ക് വിശക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്യുന്നത് എന്തായിരിക്കും? അതിലേ ഈ ടു ബി ഓണസ്റ്റ് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനം നമ്മൾ ഓഫ് കോഴ്സ് ബിരിയാണി ആയിരിക്കും നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ബിരിയാണിയാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. സംഭവം പിള്ളേനാണെങ്കിലും ഞാനാണെങ്കിലും നമുക്കിഷ്ടമാണ് ബിരിയാണി. അത് പല സ്ഥലങ്ങളിലുള്ള ബിരിയാണി. എനിക്ക് കൂടുതലും ചെന്നൈ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലക്കാട് നല്ല റാവുത്തർ ബിരിയാണിയുണ്ട്, കോയമ്പത്തൂർ പാലക്കാട് സ്ഥലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി. അല്ലെങ്കിൽ ദിണ്ടുകൽ. എനിക്ക് കൂടുതലും നമ്മുടെ നാട്ടിലെ ബിരിയാണീസാണ് താല്പര്യം. പക്ഷേ നമ്മൾ ഈ ഒരു
10-40 വയസ്സായി എനിക്ക്. ഇല്ല, എനിക്ക് 10. പറയില്ല ചേട്ടാ, പറയില്ലേ. ഞങ്ങള് 6 വയസ്സിന്റെ വ്യത്യാസമാണ് ഞാനില്ല തങ്ങളില്. അല്ല, ചേട്ടൻ ഫുഡിന്റെ കാര്യമാണ് പറഞ്ഞത്. സംഭവം ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ നമ്മൾ ചപ്പാത്തി വെജിറ്റബിൾ കുറുമയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വാങ്ങിക്കുന്നത്. മോൾക്ക് ഇഷ്ടപ്പെട്ട എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഗീ റോസ്റ്റ്. വെജിറ്റേറിയൻ. പിള്ളേർക്കൊക്കെ ദോശ ഭയങ്കര ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശ ഞങ്ങൾ വിചാരിച്ച ഇവർക്ക് മാത്രമായിരിക്കും, പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. പ്ലെയിൻ റോസ്റ്റ്, ഗീ റോസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കഴിച്ചോളൂ. അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? വഴക്ക്. അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ള വഴക്കാണ് അല്ലേ? അമ്മ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ള എന്താ മോളെ? വഴക്ക്. അവളെ ആലോചിക്കട്ടെ, അമ്മ എന്നാ ലാസ്റ്റ് ഉണ്ടാക്കിയത്? അത് ഉണ്ടാക്കാൻ വേണ്ട കഷ്ടപ്പാടുകളുണ്ട്. പാത്രം എടുക്കണം, എണ്ണ ഒഴിക്കണം. അത് ഇല്ല, എണ്ണ ഒഴിക്കോടെ ചെയ്യാൻ നമ്മള് ഇല്ല, നമുക്ക് എയർ ഫ്രയർ ഉണ്ട്. അത് ലാസ്റ്റ് ഉണ്ടാക്കി. ഞാൻ വിചാരിച്ച കൊച്ച് ചോക്കോസും പാലും എന്ന് പറയുന്നു. അമ്മ ഉണ്ടാക്കി അല്ലേടാ. ദോശയൊക്കെ ഇഷ്ടമാണ് അല്ലേ? ദോശ തന്നെയാണ് കൂടുതലും ഇഷ്ടം. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം 2-3 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾ ഏകദേശം 3 സമയം പോയി സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഇവിടെ എത്തിയാണ്. 1 മണിക്കൂർ തീർക്കുന്നു. 1 മണിക്കൂർ ഇവര് പോകാൻ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ റെഡിയായിരിക്കുക. അല്ല, നമുക്കതൊരു ധാരണയുണ്ടല്ലോ. ഒന്ന് ഈ പറയുന്ന കണക്ക് എന്തായാലും 1 മണിക്കൂർ തീരത്തില്ലെന്നറിയാം. പിന്നെ 2, ഞാൻ ഈ വാ തുറന്നു കഴിഞ്ഞാൽ ഇത്തിരി ഓവറാണ്. സത്യം പറയാം, എനിക്കും അറിയാം ഞാൻ ഒരുപാട് സംസാരിക്കാൻ. എന്തിനാണ് ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നത് എനിക്ക് തന്നെ അറിയാം. സമയം ഇപ്പോൾ ഏകദേശം 9:30 ആകാൻ പോകുന്നു. അപ്പം എന്തായാലും ഇതിനെ ഇവിടെ വെച്ച് കെട്ടിയിരിക്കും. നമ്മൾ സംസാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് പോകും. മാത്രം നമ്മുടെ ക്യാമറ അർജുന്റെ കൈ അടയ്ക്കുന്നുണ്ട്. അതെ അതെ അതെ, ഇരുന്നു അവിടെ പാവം ഇരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് നോട്ട്സ് വിത്ത് അൻസിൽ എന്ന എൻ്റെ ഒരു പുതിയ സംരംഭമാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. അപ്പം അതിൽ ഞാൻ എൻ്റെ ആദ്യത്തെ വിളിയിൽ ഓക്കെ വാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ. സാധാരണഗതിയിൽ സോറി ഞാൻ ഇന്ന ഡേറ്റാണ്, ഞാൻ അടുത്ത ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ റെഡി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ വീട് കാണിക്കാൻ പറ്റിയതിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വീട് കാണിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വീട് മാത്രമായിരിക്കും, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഐഡിയാസ് ഇവിടെ ഉണ്ട് എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കൂടി എനിക്കുണ്ട്. സന്തോഷം. അതിൽ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ബ്രോ. എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഒന്ന് ഡേറ്റ് എന്നല്ല, ഈ ഓട്ടത്തിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊരു ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായാലും ഒന്നും ഇതനക്കൊക്കെ ഇങ്ങനെ ആ ഒരു എഫേർട്ടെങ്കിലും ഇടണമല്ലോ. സോ അങ്ങനെയുള്ള സെറ്റപ്പുകൾ എന്തായാലും ചെയ്യും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ബ്രോ ആദ്യം എന്നെ വിളിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ഒരു പ്രശസ്ത ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ ലേബലിലാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് പിന്നെ രണ്ടാമത് ഈ ഒരു സംഭവത്തിന് വിളിക്കുന്ന സമയത്ത് അതൊന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വേണ്ട പറ്റത്തില്ല ബ്രോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിക്കുന്ന മോശമല്ലേ അല്ലേ? ഞാനപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് വിലയിരുത്തുന്ന ഒരാളല്ല ഞാൻ. അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സംഭവം തുടങ്ങുന്നു, അപ്പോൾ അതിൽ നമ്മുടെ ഒരു സപ്പോർട്ടോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ വലുതായി വരുമ്പോൾ. സോ അത് തന്നെയാണ് നമുക്ക് ഓക്കെ പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇല്ല എന്തോ പറയാൻ വന്നു, അതോടെ പറ പ്ലീസ്. ഞാനല്ലോ സെലക്ഷൻസ് വേലയിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ പറയുന്ന കൊളാബുകൾ പലതും നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ അതിൽ ചെയ്യാമെന്ന് പറയുന്നവരും ഉണ്ട്, ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ചിലപ്പം എന്നുവെച്ചാൽ ചിലർ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇരുന്നിട്ടും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അറിയാം പറയുന്നതൊക്കെ പറയും. നമ്മളിവിടെ ഒത്തിരി ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഓരോരുത്തരെ ആളുകൾ ഈ പറഞ്ഞൊരു പോയിന്റാണ്. ആളുകൾക്ക് ഈ പറയുന്ന ഒരാളുടെ
ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളം ഞാൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു എൻ്റെ ജോബിൽ നിന്ന്. ആ എടുത്ത് നിന്ന സമയത്തുള്ള നമ്മുടെ ആളുകൾക്കുള്ള സമീപനവും ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആളുകൾക്കുള്ള സമീപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതും ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ജോലി പോയി നിന്നതല്ല, ജോലി ജസ്റ്റ് ആ കൊറോണ സമയത്ത് ജസ്റ്റ് തൽക്കാലത്തേക്ക് ബ്രേക്ക് എടുത്തതാണ്, ലീവ് എടുത്ത് നിന്നതാണ്. അല്ലാതെ ഇത് റിസൈൻ ചെയ്തതല്ല, ആ കമ്പനി തന്നെ ഞാൻ പിന്നെ പോയി തിരിച്ച് കയറിയത്. അപ്പൊ നമുക്കറിയാം ആ ഒരു സമയത്ത് ആൾക്കാരുടെ ഒരു രീതി, കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും. അതെ, അത് ഈ ഒരു പറഞ്ഞ കാര്യവും ഇതാണെന്ന് വെച്ചാൽ ഒരു ആളുടെ ഒരു ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ അതല്ലല്ലോ, അപ്പോൾ അതങ്ങനെയല്ലല്ലോ, ആളുടെ ഒരു വ്യക്തിത്വത്തിനല്ലേ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഫുഡ് നോട്ട്സ് വിത്ത് അൻസിൽ നമ്മൾ സിയക്കുട്ടിയോടൊപ്പം നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒരു ദിവസം സെലക്ഷൻസ് മേലെ ആണെങ്കിലും കൂടെ ഒന്ന് പോകണം. അതെ, അത് നമ്മൾ ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങുമ്പോൾ പരിപാടി. അപ്പം എന്തായാലും നമ്മള് ഈ ഒരു ചാറ്റ് ഷോ വിത്ത് ഹോം ടൂർ നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓഡിയൻസിനോട് രണ്ട് നല്ല വാക്ക് ഇപ്പം പറഞ്ഞ എല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാ സ്റ്റേജിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും അത് ഉണ്ടാവണം. ഒരുപാട് ദൂരം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവുമാണ് ഞങ്ങളുടെ ഫ്യൂവൽ. അതുപോലെ തന്നെ അഞ്ചൽ പ്രൊയ്ക്കും സപ്പോർട്ട് കൊടുക്കണം, അല്ലേ സിയ? അപ്പം പറഞ്ഞോ. താങ്ക് യു സോ മച്ച്. Thank you so much. I love you all. Bye bye. Take care. Bye bye.